2026 നോമ്പുകാല ചിന്തകളിലേക്ക് അതിൻ്റെ 21-ാം ഭാഗം മാർച്ച് മാസം 10-ാം തീയതി. ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യേശു മരുഭൂമിയിൽ നടത്തിയ വളരെ അർത്ഥവത്തായ ഒരു പ്രസ്താവന. ഇത് ഈ ധ്യാന പരമ്പരയിൽ ഞാൻ മുൻപ് പലതവണ പരാമർശിച്ചിട്ടുള്ളതാണ് എങ്കിലും അത് സംബന്ധമായി മുൻപ് ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളുന്നത് എന്ന് തുടർന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകുന്നതാണ്. യേശു സാത്താനോട് പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കണം എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്, അതും ലെൻറ്റുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നതാണ് നമ്മുടെ ചിന്താവിഷയം. ഇതൊരു പഠന രൂപത്തിലാണ് ഈ പങ്ക്തി ആകമാനം വിഭാവന ചെയ്തിട്ടുള്ളത്, ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നതുകൊണ്ട് അതിനായി രേഖപ്പെടുത്തിയിട്ടുള്ള നോട്ട്സ് കൃത്യമായി അനുധാവനം ചെയ്ത് നമ്മുടെ ചിന്ത ഏറ്റവും സ്പഷ്ടമായി മുൻപോട്ട് നയിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അതുകൊണ്ട് ഞാൻ നോട്ട്സിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. അപ്പോൾ 2 തരത്തിലുള്ള ലെൻറ്റ്, ഇത് ഞാൻ മുൻപ് പറഞ്ഞ കാര്യമാണ്, പക്ഷെ അതിന് കുറച്ചുകൂടി വ്യക്തത വരുത്തുവാൻ ഇപ്പോൾ നമുക്ക് സാധിക്കും. ലെൻറ്റിനെ 2 വ്യത്യസ്തമായ വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാം ഇപ്പോൾ ആചരിക്കുന്ന ലെൻറ്റ് അല്ലെങ്കിൽ നോമ്പ് ചില കാര്യങ്ങൾ വർജിക്കുന്നു എന്നതിൽ ഏതോ വലിയ ആത്മീയമായ അർത്ഥമോ വീര്യമോ ഉണ്ട് എന്ന് നമ്മെ ധരിപ്പിച്ചിരിക്കുന്നതാണ്. അതിലടങ്ങിയിരിക്കുന്ന മർമ്മം എന്താണ്, എന്തുകൊണ്ടാണ് അപ്രകാരം നോമ്പിനെ മനസ്സിലാക്കുന്നതിൽ നിന്ന് വ്യത്യാസം വരേണ്ട ആവശ്യം ഇപ്പോഴുള്ളത് എന്നത് ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കിയിട്ട് മുൻപോട്ട് പോയാൽ അത് കൂടുതൽ ഗുണം ചെയ്യും. അപ്പം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ടത് എന്ന് യേശു പറയുമ്പോൾ, സാർവലൗകികമായി മനുഷ്യർ ലോകത്തെമ്പാടും അപ്പം കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. മനുഷ്യൻ്റെ നൈസർഗികമായ സ്വഭാവത്തിൽ അവന് ലോകം നൽകുന്ന ആ ധാരണയിൽ വെച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യൻ അവനെ നിലനിർത്തുവാൻ അപ്പം മാത്രം മതി, ജീവിക്കാൻ അപ്പം മാത്രം മതി. അപ്പോൾ മനുഷ്യ ജീവിതം വളരെയധികം ആശ്രയിക്കുന്ന, ഒരുപക്ഷെ ദൈവത്തെക്കാൾ കൂടുതൽ ആശ്രയിക്കുന്നത് അപ്പത്തെയാണ് എന്നതുകൊണ്ട് പ്രത്യേകതയുള്ള നോമ്പ് കാലത്ത് ആ അപ്പം എന്ന് പറഞ്ഞാൽ ആഹാരത്തിൻ്റെ ചില അംശങ്ങൾ ഉപേക്ഷിച്ചാൽ അതിൽ ദൈവത്തിന് പ്രസാദമുണ്ടാകും. നമ്മളെപ്പറ്റി ദൈവം കുറച്ചുകൂടെ നല്ല അഭിപ്രായം ആർജിക്കും എന്ന ഒരു ധാരണയിലാണ് നാം ഇപ്പോൾ നോമ്പ് ആചരിക്കുന്നത്. അപ്പോൾ അപ്പം മാത്രം മതി എന്ന ധാരണയിൽ കൂടെ ജീവിക്കുമ്പോൾ ആ അപ്പത്തിൻ്റെ അല്പം ചില അംശങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞാൽ അതിലേതോ വലിയ കാര്യമുണ്ട് എന്ന് ചിന്തിക്കും. ഇത് വാസ്തവത്തിൽ നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയിലെ പാപ്പരത്വമാണ് കാണിക്കുന്നത്. അല്ലാതെ പൊതുവെ ധരിച്ചു വച്ചിരിക്കുന്നത് പോലെ ഇതിലേതാണ്ട് വലിയ ആത്മീയമായ വീര്യമുണ്ട്, അച്ചടക്കമുണ്ട്, മേന്മയുണ്ട്, ശക്തിയുണ്ട് എന്ന് പറയുന്നത് തികച്ചും ബുദ്ധിശൂന്യമാണ്. അപ്പോൾ ഇത് വളരെ വ്യക്തമായി ധരിക്കുക. നാം ഇപ്പോൾ ജീവിക്കുന്നത് ദൈവത്തെക്കാൾ അപ്പത്തിൽ ആശ്രയിച്ചാണ്. അതുകൊണ്ട് ആ ആശ്രയം അല്പം ഒന്ന് മാറ്റിവെക്കുക, അപ്പത്തിൻ്റെ ചില അംശങ്ങൾ ഉപേക്ഷിക്കുക എന്നത് അത് വലിയ ആത്മീയതയാണ് എന്ന് നമ്മെ ചിന്തിപ്പിക്കുന്നത് നാം ഇപ്പോൾ അനുവർത്തിക്കുന്ന ജീവിത രീതിയിലെ പോരായ്മകളും വീഴ്ചകളുമാണ്. അതുകൊണ്ടാണ് വർജിക്കുന്നതിൽ ഏതോ വലിയ ആത്മീയമായ ഊർജമുണ്ട്, അല്ലെങ്കിൽ മേന്മയുണ്ട്, അർത്ഥമുണ്ട് എന്ന് നാം ചിന്തിക്കുവാൻ ഇടയാകും. രണ്ടാമത്തെ സാധ്യത, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല
അതായത് മനുഷ്യൻ ഈ ലോകത്തിൽ മനുഷ്യരായി ജീവിക്കണമെങ്കിൽ അപ്പം മാത്രം പോരാ. അപ്പം വേണ്ട എന്നല്ല, അപ്പം മാത്രം പോരാ. അങ്ങനെയാണെങ്കിൽ ആ കാഴ്ചപ്പാട് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആർജിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം കൊണ്ട് മാത്രം ജീവിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചാൽ അതിൽ വർജിക്കണം. എന്നാൽ അപ്പം മാത്രം പോരാ. മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണമെങ്കിൽ, അതിന് സാധ്യമാകണമെങ്കിൽ അപ്പം മാത്രം പോരാ. അപ്പത്തിന് അതീതമായ പലതും നമുക്ക് ആവശ്യമുണ്ട് എന്ന ഒരു കാഴ്ചപ്പാട് നാം നോമ്പിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് വർജിക്കുന്നതിലല്ല, ആർജിക്കുന്നതിലാണ് നോമ്പിൻ്റെ യഥാർത്ഥത്തിലുള്ള ആത്മീയത അടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 5-ാം വാക്യം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്ന യേശുവിൻ്റെ ഈ സുപ്രധാനമായ പ്രസ്താവന അല്പം വിശദമായി മനസ്സിലാക്കാൻ ഈ നോമ്പ് കാലത്ത് അല്പസമയം നാം മാറ്റിവെക്കും. അപ്പം അതുകൊണ്ട് 2026 ഈ നോമ്പ് കാലം 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ തിരിച്ചറിയുന്നതിന് നമ്മെ സഹായിക്കട്ടെ. ഒന്ന്, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാം യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് മനസ്സിൻ്റെ ഊർജം കൊണ്ടോ ആത്മാവിൻ്റെ വെളിച്ചം കൊണ്ടോ അല്ല, ശരീരത്തിൻ്റെ ഊർജം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ന്യായമായും നാം ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമാണ്. പിന്നെ വല്ലപ്പോഴുമൊക്കെ ദൈവത്തിൻ്റെ നാമം നാം ഉച്ചരിക്കുന്നു, യേശുവിൻ്റെ പേരൊക്കെ പറയുന്നു, പരിശുദ്ധാത്മാവിനെ പലപ്പോഴൊക്കെ ഓർക്കുന്നു, പ്രത്യേകിച്ച് ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ. അല്ലാതെ നമ്മുടെ ജീവിത അവസ്ഥയുമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് കേൾക്കാൻ വലിയ സന്തോഷമില്ല എന്ന സത്യസന്ധത പാലിക്കാൻ താല്പര്യമുള്ളവർ സമ്മതിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായി ഈ നോമ്പുകാലത്ത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാം ദൈവത്തെക്കാൾ ഏറെ അപ്പത്തെയാണ് ആശ്രയിക്കുന്നത്. നമ്മുടെ ആത്മീയതയും നമ്മുടെ മതപരമായ ആചാരങ്ങളുമൊക്കെ ഈ അപ്പം നിലനിർത്താനുള്ള ഒരു പ്രത്യേകമായ കരുതലിലാണ് എന്നത് മുൻപ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നത്. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യൻ മറ്റ് മൃഗങ്ങളെക്കാൾ പ്രത്യേകതയുള്ള സൃഷ്ടിയാകയാൽ നമുക്ക് ശാരീരികമായ ആവശ്യങ്ങൾക്ക് അതീതമായിട്ടുള്ള ആവശ്യങ്ങൾ കൂടെ ഉണ്ട്. മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ആവശ്യങ്ങൾ കൂടെ തിരിച്ചറിയുകയും അതിന് പോഷണം പ്രാപിക്കത്തക്കവണ്ണം ശ്രദ്ധിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ശരീരം നിലനിർത്താൻ അപ്പം മതി, പക്ഷേ മനുഷ്യത്വം അതിൻ്റെ മാഹാത്മ്യത്തിൽ, അതിൻ്റെ ഊർജത്തിൽ, ആരോഗ്യത്തിൽ, ഫലപുഷ്ടിയിൽ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ മനസ്സും ആത്മാവും ശക്തി പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. ശരീരവും മനസ്സും ആത്മാവും ഒന്നുപോലെ വികസിക്കുകയും അവ എല്ലാം ഒന്നായി ചേർന്ന് ഏകോപിച്ച് സമന്വയിക്കപ്പെട്ട് പൂർണ്ണ ശക്തിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും ശക്തിയേറിയ, മാഹാത്മ്യമേറിയ, വെളിച്ചമേറിയ ദൈവിക സ്വഭാവത്തോട് അടുത്തു വരുന്ന ആ മാഹാത്മ്യം വെളിപ്പെട്ടു വരുന്നത് എന്നതാണ് യേശുവിൽ കൂടെ നമുക്ക് മനസ്സിലാകാൻ ഇടയാകുന്നത്. അതുകൊണ്ട് നമുക്ക് നാനാമുഖമായ ആവശ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് 3 തലത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. ശരീരത്തിൻ്റെ ആവശ്യങ്ങളുണ്ട്, മനസ്സിൻ്റെ ആവശ്യങ്ങളുണ്ട്, ആത്മാവിൻ്റെ ആവശ്യങ്ങളുണ്ട്. ഇനി അടുത്തായിട്ട് മനസ്സിലാക്കേണ്ടത്, മനുഷ്യനെ ലോകത്തിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് ഒരു പ്രത്യേകമായ തത്വത്തെ ആസ്പദമാക്കിയാണ്. അതെന്താണ്? നമുക്ക് ആവശ്യങ്ങളുണ്ട്, എന്നാൽ അതേസമയം തന്നെ ഈ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ വിഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ മാത്രമല്ല വെളിയിലും കൂടെയാണ്. നമുക്ക് ആഹാരം കഴിക്കണം. ഗോതമ്പ് കൃഷി ചെയ്യുന്നത്, കപ്പ നടുന്നത്, ചേമ്പ് നടുന്നത്, പയറും പച്ചക്കറിയൊക്കെ നടുന്നത് നമ്മുടെ ഉള്ളിലല്ല, ഭൂമിയിലാണ്. അത് നമുക്ക് വെളിയിലാണ് എന്ന് പ്രത്യേകം തെളിയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ആവശ്യം ശരീരത്തിൻ്റെ ആവശ്യമാണ്. വിശപ്പ് നമ്മുടെ തലച്ചോറാണ് തിരിച്ചറിയുന്നതെങ്കിലും ആ വിശപ്പ് അടക്കുന്നതിനുള്ള കാര്യങ്ങൾ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നല്ല, ശരീരത്തിൻ്റെ ബാഹ്യമായ വിശാല ലോകത്തിൽ നിന്നാണ് നാം പ്രാപിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ഉണ്ട്,
ശാരീരികമായ ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളുടെ പരിഹാരം നമ്മുടെ ശരീരത്തിന് ബാഹ്യമായ ലോകത്തിൽ നിന്നാണ് നാം പ്രാപിക്കേണ്ടത്. ഇത് വളരെ വ്യക്തമാണ്. ഉദാഹരണമായിട്ട് ക്രിസ്തീയ ഭവനങ്ങളിൽ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഗ്രേസ് പറയുക ഒരു സാധാരണ കാര്യമാണ്. ഇതെന്തുകൊണ്ടാണ്? ഈ ഗ്രേസ് പറയുമ്പോൾ അല്ലെങ്കിൽ ആഹാരത്തിന് മുമ്പ് പ്രാർത്ഥിക്കുമ്പോൾ നാം ഒരു കാര്യം അംഗീകരിക്കുക. എന്താണ്? ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ്റെ വിശപ്പടക്കുന്നതിന് വേണ്ടി അപ്പം നൽകുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഗോഡ് ഈസ് ദ പ്രൊവൈഡർ ഓഫ് ദ ബ്രെഡ്. ആ ഒരു അംഗീകാരമാണ് ഈ ആഹാരം കഴിക്കുന്നതിനുള്ള പ്രാർത്ഥനയിൽ കൂടെ നാം നടത്തുന്നത് എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളെ സൃഷ്ടിച്ച പ്രത്യേകമായ വിധത്തിൽ വെച്ച് നോക്കുമ്പോൾ ശരീരം മാത്രമല്ല, മനസ്സുണ്ട്, ആത്മാവുണ്ട്. ഇവയ്ക്കും ഉള്ള വിശപ്പ്, മനസ്സിൻ്റെ വിശപ്പ്, ആത്മാവിൻ്റെ വിശപ്പ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ ആവശ്യങ്ങൾ, ആത്മാവിൻ്റെ ആവശ്യങ്ങൾ, അവ പരിഹരിക്കുന്നതിന് ഉള്ള വിഭവങ്ങളും പ്രൊവിഷൻസും ദൈവം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രദാനം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ബാഹ്യമാണ്, അത് പ്രാപിച്ചേ മതിയാകൂ. ആ ഒരു തിരിച്ചറിവ് നമുക്കില്ല എന്നത് ബഹുഭൂരിപക്ഷം ആളുകൾക്കുമില്ല. ശരീരത്തെ എപ്രകാരം ഭക്ഷണം കൊടുത്ത് ശക്തീകരിച്ച് നിലനിർത്തുന്നത് നമ്മുടെ കടമയാണ് എന്ന് നാം അറിയുന്നുവോ, അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ അപ്പുറമായി മനസ്സിനും ആത്മാവിനും പോഷണം നൽകി നിരന്തരം അതിൻ്റെ ഊർജവും ആരോഗ്യവും സംരക്ഷിക്കുകയും കൂടുതൽ ശക്തീകരിക്കുകയും ചെയ്യുക നമ്മുടെ കടമയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുന്ന ആളുകൾ നന്നേ കുറവാണ്. ആ യാഥാർത്ഥ്യം പരിഗണിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും കൊണ്ട് ജീവിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനമെന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ്റെ മനസ്സിനെയും ആത്മാവിനെയും പരിപോഷിപ്പിക്കാൻ പര്യാപ്തമാണ്. ആ വിധത്തിലായിരിക്കണം ദൈവവചനം മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്യേണ്ടത്, പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന ഒരു ശ്രദ്ധേയമായ സൂചന ഇവിടെയുണ്ട്. നമ്മുടെ മനസ്സിന് ശരീരത്തെ പോലെ വിശപ്പ് ദാഹവുമുണ്ട് എന്നത് അറിയാൻ എളുപ്പമാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവരെന്ത് കണ്ടാലും അതെന്താണെന്ന് അറിയണം. അതെന്താണ്. പലപ്പോഴും മാതാപിതാക്കന്മാർക്ക് അത് ശല്യമാണെന്ന് തോന്നാറുണ്ട്, ചിലർക്ക് ഭ്രാന്ത് പിടിച്ചു പോകും എന്ന് തോന്നാറുണ്ട്. അവിടെ മക്കൾ കൂടുതലായി അറിയുന്നതിനുള്ള ആകാംക്ഷയിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ മറ്റ് ചുമതലയിൽ വ്യാപൃതരായിരിക്കുന്ന അപ്പനമ്മമാർ അവർ അക്ഷമരാകാറുണ്ട് എന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് മനുഷ്യനൊരു ശരീരം മാത്രമല്ല, അവൻ്റെ ഉള്ളിൽ വിലയേറിയ ഒരു മനസ്സുണ്ട്. ആ മനസ്സിൻ്റെ ദാഹവും വിശപ്പും അംഗീകരിക്കേണ്ടതാണ്. മനസ്സിനും ആഹാരം കൊടുക്കേണ്ടതാണ്. ലോകത്തെയും അതിൻ്റെ സാധ്യതകളെയും യാഥാർത്ഥ്യങ്ങളെയും കൂടുതൽ ആഴമായും അറിയുവാൻ, ഞാനിവിടെ ബ്രാക്കറ്റിൽ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി, കൂടുതലായി അറിവ് പ്രാപിക്കുക, കൂടുതൽ മേൽത്തരമായി ആ പ്രാപിച്ച അറിവിനെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇൻക്രീസ് ദ ക്വാണ്ടിറ്റി ഓഫ് യുവർ നോളജ് ആൻഡ് ഇൻക്രീസ് ഓർ എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് വാട്ട് യു നോ. ഇത് നമ്മുടെ മനസ്സിൻ്റെ ആവശ്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനും വിശപ്പുണ്ട്, ദാഹമുണ്ട്. അത് എന്തിനാണ്? ആത്മാവിൻ്റെ ഉറവിടമായ ദൈവത്തെ കൂടുതൽ അടുത്ത് അറിയുവാനും ദൈവത്തോട് താതാത്മ്യം പ്രാപിക്കുവാനും ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവികമായ അവസ്ഥയിൽ നാളുകൾ കഴിപ്പാനുമുള്ള വലിയ ദാഹം, വലിയ വിശപ്പ് ആത്മാവിനുണ്ട്. ആ വിശപ്പ് തിരിച്ചറിയുക നമ്മുടെ കടമയാണ്. അതിനെ സഹായിക്കത്തക്ക വിധമാണ് വചനം അല്ലെങ്കിൽ ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്നത് എന്നതാണ് യേശു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നാം മുൻപോട്ട് പോകുമ്പോൾ നാം തിരിച്ചറിയേണ്ട കാര്യം, നാം ഏറ്റവും കുറച്ച് കരുതുന്നതും ഏറ്റവും കുറച്ച് പ്രയോജനപ്പെടുത്തുന്നതുമായ രണ്ട് ഘടകങ്ങളാണ് നമ്മുടെ മനസ്സും ആത്മാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തിത്വം
വേണ്ട വിധത്തിൽ വികസനം പ്രാപിക്കാതെ വളരെ ചുരുങ്ങി നിർജീവമായി നന്മ ചെയ്യാൻ, പ്രത്യേകിച്ച് നന്മ ചെയ്യാൻ കഴിവില്ലാത്തവരായി നാം ഇരിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ വ്യക്തിത്വത്തിന് കാര്യമായ ഒരു ബലഹീനത, ഒരു അപര്യാപ്തത, അപൂർണത ഉണ്ട്. അത് നമുക്ക് നമ്മുടെ ഉപബോധം മനസ്സിൽ നമുക്ക് വ്യക്തമായി അറിയുന്നതും അത് നമ്മെ നിരന്തരം ശ്വാസം മുട്ടിക്കുന്നതുമാണ്. എങ്കിലും ഇത് പൊതുവായി സമ്മതിക്കുവാൻ ഏവർക്കും മടിയാണ്. എന്നാൽ അങ്ങനെ മടിച്ചു നിന്നിട്ട് ഒരു പ്രയോജനവുമില്ല. നമ്മുടെ അവസ്ഥ എന്ത് എന്ന സത്യസന്ധമായി തിരിച്ചറിയുകയും ആ അവസ്ഥയിലുള്ള പോരായ്മകൾ പരിഹരിക്കാനായുള്ള മാർഗത്തെ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ വ്യക്തിത്വത്തിൽ വേണ്ട സമഗ്രമായ വികസനം പ്രാപിപ്പാനും ഫലഭൂഷ്ടമായ ഒരു ജീവിതം നയിപ്പാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നതാണ് സുവിശേഷത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകാവുന്നത്. അതുകൊണ്ടാണ്, അതായത് ഓരോ വ്യക്തിക്കും അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ ആവശ്യമുള്ളത് കൊണ്ടാണ് 2 മുഖ്യ കൽപ്പനകളായി യേശു പറയുന്ന, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. ഇവിടെ വളരെ ശ്രദ്ധേയമായ 2 വാക്ക്, പൂർണ്ണം എന്നതും പിന്നെ ആത്മാവ്, ഹൃദയം, മനസ്സ്, ശക്തി അല്ലെങ്കിൽ ശരീരം. അപ്പോൾ ഈ ദൈവത്തെ സ്നേഹിക്കുന്നതിൽ കൂടെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയെപ്പറ്റി നമുക്ക് ബോധ്യമുണ്ടായെങ്കിൽ മാത്രമേ നാം യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നത് സത്യമാകുകയുള്ളൂ. നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവെന്താണ്? നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ എല്ലാ സാധ്യതകളും ദൈവകൽപിതമാണ് എന്ന് നാം തിരിച്ചറിയുകയും അവയെല്ലാം തുല്യമായി വളർത്തിയെടുക്കുവാനും അവ തമ്മിലുള്ള സമന്വയം ഏറ്റവും മനോഹരമായി ആരോഗ്യപരമായി നിലനിർത്തുവാനുമുള്ള നമ്മുടെ ചുമതല മനസ്സിലാക്കി അതിന് മുഖ്യമായ പ്രാധാന്യം കൽപ്പിച്ച് നമ്മുടെ നാളുകൾ ചിട്ടപ്പെടുത്തുന്നതിൽ കൂടെ മാത്രമേ നാം യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നത് സത്യമായി നമുക്ക് ബോധ്യപ്പെടുവാൻ ഇടയാകുകയുള്ളൂ. ബാക്കിയെല്ലാം പ്രഹസനമാണ്. ദൈവത്തെ അധരം കൊണ്ട് മാത്രം സ്നേഹിക്കുന്നവരാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർ നിശ്ചയമായും അവരുടെ വ്യക്തിത്വത്തെ വിലമതിക്കുകയും അതിൻ്റെ സാധ്യതകളുടെ പൂർണ്ണതയെ, നാനാമുഖമായ പൂർണ്ണതയെ യാഥാർത്ഥ്യമാക്കുവാൻ, അവരുടെ ജീവിതത്തിൽ തന്നെ അനുഗ്രഹമായി തീരുവാൻ, ആ അനുഗ്രഹം മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരുവാൻ സാധിക്കത്തക്ക വിധത്തിൽ അവരുടെ വ്യക്തിത്വത്തെ വളർത്തുവാൻ അവർ വളരെയധികം വ്യഗ്രത പാലിക്കും എന്നതിന് യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും അവസ്ഥ നമ്മുടെ ശരീരത്തെ തന്നെ വിരൂപമാക്കും, നിർജീവമാക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് സുപരിചിതമായ പക്ഷപാത രോഗിയെ യേശു സൗഖ്യമാക്കുന്ന സംഭവം. അവിടെ നാം പ്രത്യക്ഷമായി നോക്കുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിനാണ് ഏതോ അപകടം സംഭവിച്ചിട്ടുള്ളത്, ശരീരത്തിനാണ് രോഗം, ശരീരത്തിന് മാത്രമാണ് പ്രശ്നം എന്നാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ധരിച്ചത്. അപ്രകാരമാണ് അന്നത്തെ ഡോക്ടേഴ്സ് അവനെ സഹായിക്കാൻ ശ്രമിച്ചത്. എന്നാൽ അതുകൊണ്ട് അവന് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ അവൻ്റെ ശരീരത്തിൻ്റെ ഈ പരിതാപകരമായ അവസ്ഥയുടെ കാരണം അവൻ്റെ ഉള്ളിലെ അവസ്ഥയാണ്. അവൻ്റെ മനസ്സും ആത്മാവുമാണ് രോഗത്തിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിന്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു, നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും അവസ്ഥ നമ്മുടെ ശാരീരികമായ അവസ്ഥയെ നന്നേ ബാധിക്കും എന്നതിന് ഇതിനപ്പുറം ഒരു ഉദാഹരണം ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ശരീരത്തെ പോലും കരുതുന്നവർ, ശരീരത്തെ വളരെയധികം വിലമതിക്കുന്നവർ, അവർ പോലും ശരീരത്തെ വേണ്ടതുപോലെ നിർത്താനെങ്കിലും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വിശപ്പും ദാഹവും തിരിച്ചറിഞ്ഞ് അതിന് തക്കതായ പോഷണം പ്രാപിക്കത്തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന ഒരപേക്ഷ ഈ സമയത്ത് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കട്ടെ. ഇനിയും അടുത്തായിട്ട് നമുക്ക് അറിയാനുള്ളത്,
മനസ്സിനും ആത്മാവിനും ആഹാരം അല്ലെങ്കിൽ പോഷണം കൊടുക്കേണ്ട ആവശ്യം അതെന്താണ്? വാട്ട് ഈസ് ദ ഫുഡ് ഫോർ ദ സോൾ? യേശു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഹിതം നിർവഹിക്കുന്നതാണ് എൻ്റെ ഭക്ഷണവും പാനീയവും. അപ്പോൾ ശരീരത്തിനും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും, പ്രത്യേകിച്ച് ആത്മാവിൻ്റെ ആഹാരം എന്താണ്? പിതാവായ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുകയും അതിനെ നിലവിൽ വരുത്തുന്നതിന് വേണ്ടി അവനെ നിരുപാധികമായി അനുസരിക്കുകയും ചെയ്യുക. അതാണ് നമ്മുടെ ആത്മാവിൻ്റെ ആഹാരം. അപ്പോൾ നിങ്ങൾ ന്യായമായും ചോദിക്കും, എങ്ങനെയാണ് ദൈവഹിതം എന്ത് എന്ന് ഞങ്ങൾ തിരിച്ചറിയേണ്ടത്? ഇത് അനേകം ആളുകൾ, പ്രത്യേകിച്ച് യുവതീയുവാക്കന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. ദൈവഹിതം അന്വേഷിക്കാനൊക്കെ ഞങ്ങൾ റെഡിയാണ്, പക്ഷേ അതെന്താണെന്ന് എങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്? അതിന് രണ്ട് മാർഗം സുവിശേഷത്തിൽ കൂടെ നമുക്ക് കാണാൻ കഴിയുമെന്ന്. യേശു തൻ്റെ പിതാവിൻ്റെ ഹിതം ഇന്നതാണ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞത് പിതാവിനോടുള്ള ഏകത്വത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. അതാണ് കൂട്ടായ്മ അല്ലെങ്കിൽ ഫെലോഷിപ്പ്. ദൈവവുമായി നാം കൂട്ടായ്മ ആചരിക്കുന്നുവെങ്കിൽ ആ കൂട്ടായ്മ ആത്മാവിലും സത്യത്തിലും ഉള്ളതാണ് എങ്കിൽ നിശ്ചയമായും ആ കൂട്ടായ്മയുടെ അനുഭവത്തിൽ കൂടെ നമ്മെ പറ്റിയുള്ള ദൈവഹിതം എന്ത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിച്ചിരിക്കണം. രണ്ടാമത്, ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ ദൈവത്തെ അനുസരിപ്പാനുള്ള ഒരു മനസ്സുണ്ടാകണം. ദൈവഹിതം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ മറുതലിച്ച് ജീവിച്ചാൽ ദൈവഹിതം തിരിച്ചറിയാനുള്ള നമ്മുടെ ഇപ്പോഴുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടു പോകും. അനുസരണത്തിൽ കൂടെയാണ് ആത്മീയമായ അറിവിൻ്റെ ആഴവും മേന്മയും വർദ്ധിക്കുന്നത് എന്നത് ഈ ലോകത്തിൻ്റെ കണ്ണിൽ കൂടെ ബുദ്ധിയിൽ കൂടെ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മർമ്മമാണ്. പക്ഷെ ആത്മീയമായി നോക്കുമ്പോൾ ഏറ്റവും സുപ്രധാനമായ മർമ്മം ഇതാണ്. അപ്പോൾ ഭൗതികമായ അല്ലെങ്കിൽ ലോകത്തിൻ്റെ അനുഭവത്തിൽ പലവിധമായ വിജ്ഞാനം പ്രാപിക്കുന്നത് ഭാഷയുടെ മാധ്യമത്തിൽ കൂടെയാണ് എങ്കിൽ ആത്മീയമായ അറിവ് പ്രാപിക്കേണ്ടത് അനുസരണം എന്ന ഭാഷയിൽ കൂടെയാണ്. ഇത് വലിയ ശ്രദ്ധേയമായൊരു വിഷയമാണ് എങ്കിലും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് കൂടുതലായി ഈ തരുണത്തിൽ വിശദീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാനങ്ങ് മാറ്റിവെക്കുകയാണ്. അപ്പോൾ ദൈവഹിതം തിരിച്ചറിയുമ്പോൾ അതിനെ നിരുപാധികമായി അനുസരിപ്പാൻ ഉള്ള ഒരു സന്മനസ്സിൽ കൂടെ മാത്രമേ തുടർന്നും നമ്മെ പറ്റിയുള്ള ദൈവഹിതം എന്ത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായ 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ യേശു പിതാവിനോടുള്ള അനുസരണം തികച്ചു, ക്രൂശിലെ മരണത്തോളവും തൻ്റെ അനുസരണം തികച്ചു എന്ന് പ്രത്യേകമായി എടുത്തു പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ആത്മീകമായ അറിവുണ്ടാകണമെങ്കിൽ ദൈവത്തെ അനുസരിപ്പാനുള്ള സന്മനസ്സുണ്ടാകണം. ആ ഒരു സത്യത്തിൻ്റെ ഏറ്റവും നല്ല മാതൃക നസ്രയനായ യേശുവാണ് എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് സുപരിചിതമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിൽ ദൈവത്തോടുള്ള അനുസരണയിൽ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയും, പരിശുദ്ധാത്മാവാണ് നമ്മുടെ സഹായി, പാരക്ലീറ്റ്, ദ ഹെൽപ്പർ എന്ന ആ യാഥാർത്ഥ്യം പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ മറ്റൊരു കാര്യം പ്രത്യേകമായി ഈ ഒരു സാഹചര്യത്തിൽ നാം ഓർക്കേണ്ടത്, യേശു പറയുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുള്ള എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, എവറി വേർഡ് ദറ്റ് കംസ്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വചനം, ദൈവം മനുഷ്യനോട് സംസർഗം പാലിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആശയവിനിമയം നടത്തുന്നത്, ആത്മാവിനെ പകരുന്നത് പണ്ട് നടന്ന കാര്യം മാത്രമല്ല, അതിപ്പോഴും തുടരുന്നു. ചരിത്രം നിലനിൽക്കുന്നിടത്തോളം കാലം അത് തുടർന്നുകൊണ്ടേയിരിക്കും. God is in a state of continual revelation of His will. ഇത് യേശുവിൻ്റെ ദർശനത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ അംശമാണെങ്കിലും അങ്ങനെയല്ല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ദൈവഹിതം എന്നത് പണ്ട് 2000 വർഷങ്ങൾക്ക് മുൻപ്, 3000 വർഷങ്ങൾക്ക് മുൻപ് പൂർണ്ണമായി വെളിപ്പെട്ടു. അതിനുശേഷം ആ ഒരു പൈപ്പ് ലൈൻ അങ്ങ് അടച്ചു വെച്ചു. ഇനി അതൊന്നും ഉണ്ടാകത്തില്ല. പണ്ടത്തെ കാര്യം ഉറവിട്ടുകൊണ്ടിരുന്നാൽ മതി
ഇതാണ് ക്രിസ്ത്യാനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഈ നഷ്ടം മനുഷ്യൻ്റെ വ്യക്തിത്വ വികസനത്തെ നന്നേ ബാധിക്കുന്നുണ്ട്. അത് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ഇവിടെ യേശു പറയുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്ന എല്ലാ വചനം കൊണ്ടും ആയിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നു. സോ ദ റെവലേഷൻ ഓഫ് ഗോഡ് കണ്ടിന്യൂസ്. ദൈവം മനുഷ്യനോട് ഇന്നും ആശയവിനിമയം കമ്മ്യൂണിയൻ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പ്രത്യേകതയിൽ നമ്മോട് ഇടപെടുന്ന ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നതാണ് സുവിശേഷത്തിൻ്റെ ഹൃദയഭാഗം. അത് മനസ്സിലാക്കുവാൻ നമുക്ക്, അത് കേട്ടനുസരിക്കാൻ നമുക്ക് ചെവിയില്ല, മനസ്സില്ല എങ്കിൽ ഇപ്രകാരമുള്ള വെളിപ്പെടുത്തലുകൾ വെറും മിഥ്യയാണ് എന്ന് പറയാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ സഖായി യേശുവിനെ കാണാൻ കാട്ടത്തിൽ കയറി വന്നപ്പോൾ യേശുവിനോട് പറയുന്നു, നീ വേഗം ഇറങ്ങി വാ. ആ സമയത്ത് സഖായി അവനെ അനുസരിച്ചില്ലായിരുന്നുവെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ വ്യക്തിത്വത്തിൽ ഒരു രൂപാന്തരവും ഉണ്ടാകുമായിരുന്നില്ല. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ധനികനായ ഒരു യുവാവ് യേശുവിനെ കാണാൻ വരുന്നുണ്ട്. യേശു അവന് നൽകുന്ന നിർദ്ദേശത്തെ അനുസരിക്കാൻ അവന് മനസ്സിലാഞ്ഞതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ യാതൊരു വ്യത്യാസവും വന്നില്ല. അപ്പം അനുസരണമാണ്, ദൈവത്തെ അനുസരിക്കുന്ന അച്ചടക്കമാണ് ഇതിൻ്റെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളുടെയും ഉറവിടം എന്നത് സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ വളരെ വ്യക്തമാണ്. ഇനിയും ഒരു പൊതുവായ ഒരു മർമ്മം കൂടെ ഒന്ന് പരിഗണിക്കേണ്ട ആവശ്യമുണ്ട്. നാം നമ്മുടെ ശരീരത്തിന് വേണ്ടി ശരീരത്താൽ മാത്രം ജീവിക്കുമ്പോൾ നാം നമ്മോട് തന്നെ വലിയ അപരാധം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്ന് നാം അറിയുന്നില്ല. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം മുതൽ യേശു എന്താണ് പറയുന്നത്? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ട് നിങ്ങൾ ആകുലപ്പെടുന്നത് എന്തിനാണ്? അപ്പോൾ അങ്ങനെ തുച്ഛമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മനുഷ്യൻ ജീവിച്ചാൽ അവൻ്റെ അവസ്ഥ എപ്പോഴും ആകുലതയുടെ അവസ്ഥ മാത്രമായിരിക്കും. എ ലൈഫ് ഓഫ് ആങ്സൈറ്റി. അല്പത്തരമാണ് ആകുലതയുടെ അല്ലെങ്കിൽ ആങ്സൈറ്റിയുടെ പ്രഭവ കേന്ദ്രം എന്ന് ദയവായി മനസ്സിലാക്കുക. നാം അല്പത്തരത്തിൽ അള്ളിപ്പിടിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതം ആകുലത കൊണ്ട് നശിച്ചു പോകും, നമ്മുടെ വ്യക്തിത്വം പട്ടുപോകും. എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ അതേ അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ വരുമ്പോൾ യേശു പറയുന്നത്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ആകുലപ്പെടുക എന്നതല്ല, നിങ്ങൾ ചെയ്യേണ്ടത് അന്വേഷിക്കുക എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്? ദൈവത്തിൻ്റെ രാജ്യവും അവൻ്റെ നീതിയും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവഹിതം. അന്വേഷിപ്പീൻ. അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കണ്ടെത്തും, കണ്ടെത്തുന്നതിന് നിങ്ങൾ അനുസരിക്കും, അനുസരിക്കുന്നതിൽ കൂടെ ഒരു പുതിയ ലോക വ്യവസ്ഥിതി തന്നെ, ജീവിത ദർശനം തന്നെ യാഥാർത്ഥ്യമായി തീരും. അത് നിങ്ങൾക്കും എല്ലാവർക്കും അനുഗ്രഹമായി തീരും. അതുകൊണ്ട് നാം അപ്പം കൊണ്ട് മാത്രം ജീവിച്ചാൽ അത് നമുക്ക് വലിയ വിനയായിത്തീരും. ഡോക്ടേഴ്സ് തന്നെ പറയുന്നത്, നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ 4/1 നമ്മുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നു. പക്ഷേ അതിൻ്റെ 4/3 ഭാഗവും നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതാണ്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അതിൻ്റെ 4/1 ജീവൻ നിലനിർത്തുമ്പോൾ അതിൻ്റെ 4/3 ആരോഗ്യത്തെ നശിപ്പിക്കും. നമുക്കറിയാം, നമ്മുടെ പല രോഗങ്ങളും നാം കഴിക്കുന്ന ആഹാരം നിയന്ത്രണം രഹിതമായി കഴിക്കുന്ന ആഹാരത്തിൽ കൂടെയാണ്. പ്രോസ്പെറിറ്റി റിലേറ്റഡ് ഇൽനെസ് എന്ന് പറയും. ഇപ്പോൾ ഷുഗർ കൂടുന്നതാണെങ്കിലും പ്രഷർ കൂടുന്നതാണെങ്കിലും മറ്റ് പലവിധമായ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ, വാതസംബന്ധമായ രോഗങ്ങൾ, അതിലൊക്കെ നാം കഴിക്കുന്ന ആഹാരം നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു എന്ന യാഥാർത്ഥ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ മാത്രം കേന്ദ്രീകരിച്ച് ജീവിച്ചാൽ നാനാവിധമായ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം നരകമായി പോകും. നമ്മുടെ ആത്മാവിൻ്റെ സാക്ഷികളെ നാം നിരാകരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നല്ല ശമര്യക്കാരൻ്റെ ഉപമയിൽ ഒരു പുരോഹിതനിൽ കൂടെ യേശു അവതരിപ്പിക്കുന്നുണ്ട്. അവന് ജീവിത യാഥാർത്ഥ്യങ്ങളോട് പ്രതികരിക്കാനുള്ള കെൽപ്പ് അല്പം പോലും ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഒരു മനുഷ്യൻ അവിടെ
മുറിവേറ്റ് ചാകാറായി കിടന്നപ്പോൾ മുഖം തിരിച്ച് നടന്നു പോകുന്നതാണ് തൻ്റെ തടി തപ്പാൻ ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കാനുള്ള കഴിവ് മാത്രമേ പുരോഹിതന് ഉണ്ടായിരുന്നുള്ളൂ. ആത്മീയമായ ഊർജമില്ലാത്തവർ അങ്ങനെ മാത്രമേ ലോക യാഥാർത്ഥ്യങ്ങളോട് പ്രതികരിക്കുകയുള്ളൂ എന്നത് യേശു വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് യേശു എന്നതോ പൂർണ്ണമായ വ്യക്തിത്വം പ്രാപിച്ച ഒരു വ്യക്തിയുടെ മാഹാത്മ്യം എന്താണ്, ആ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം എന്താണ് എന്ന് അതിൻ്റെ ഏറ്റവും പരിപൂർണമായ സ്ഥിതിയിൽ നമുക്ക് വെളിപ്പെടുത്തുകയാണ്. ഞാൻ യേശുവിൻ്റെ വ്യക്തിത്വത്തെ വിലയിരുത്തുമ്പോൾ എപ്പോഴും എന്നെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യം അവൻ്റെ ഉള്ളിലെ വ്യക്തതയാണ്. വ്യക്തത, ക്ലാരിറ്റി. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ യേശു ചിന്താക്കുഴപ്പത്തിൽ പെട്ടുപോയതായി നാം കാണുന്നില്ല. എന്നാൽ നമ്മുടെ അവസ്ഥ, ഞാൻ എൻ്റെ അവസ്ഥ പറയുകയാണ്. ജീവിതത്തിൽ ഞാൻ വഹിച്ച ഭാരം ഒട്ടുമുക്കാലും ചിന്താക്കുഴപ്പം കൊണ്ടായിരുന്നു. എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് തിരിയേണ്ടത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ. ഇത് ഒരു യേശുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമായിരുന്നില്ല. അത് തീർച്ചയായും അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ലോകത്തിൻ്റെ വെളിച്ചം തന്നെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ വ്യക്തിത്വം അപ്രകാരം വളർച്ച പ്രാപിച്ചതായിരുന്നു. ശരീരവും മനസ്സും ആത്മാവും ഒന്നുപോലെ ദൈവത്തിൽ കേന്ദ്രീകൃതമായി അപ്പോൾ തുല്യമായി വളർന്ന് പരസ്പരമായുള്ള സമന്വയത്തിൽ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയൊരു വെളിച്ചം ചരിത്രത്തിൽ അഭൂതപൂർവമായി പ്രകടിപ്പിച്ച വ്യക്തിത്വമായിരുന്നു യേശുവിൻ്റെ. അതുകൊണ്ട് 2026 ആണ്ട് നോമ്പ് കാലം ഒരു ആത്മപരിശോധനയുടെ അവസ്ഥയായി തീരട്ടെ. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, നാം ഇപ്പോൾ അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണോ? അല്ല, അപ്പത്തിന് അതീതമായ വിഭവങ്ങൾ, മനസ്സിനും ആത്മാവിനും പോഷണം നൽകുന്ന കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടോ? അപ്രകാരമുള്ള തിരിച്ചറിവുണ്ടാകത്തക്കവണ്ണം ആണോ നാം ജീവിക്കുന്നത്? നാം സാധാരണ റുട്ടീൻ അനുസരിച്ച് മാത്രം ജീവിക്കുന്നവരാണെങ്കിൽ അപ്പം കൊണ്ട് മാത്രം ജീവിക്കാവുന്നതാണ്. അതേസമയം തന്നെ ഉന്നതമായ ലക്ഷ്യങ്ങൾ അനുസരിച്ച്, പ്രത്യേകിച്ച് ദൈവഹിതം ഈ ഭൂമി നടപ്പാക്കുന്നതിന് വേണ്ടി ജീവിതത്തെ പ്രതിഷ്ഠിച്ച് അപ്രകാരം ജീവിക്കുമ്പോൾ ശാരീരികമായ കഴിവുകൾക്കും ഊർജത്തിനും സാധ്യതകൾക്കും അപ്പുറത്തുള്ള റിസോഴ്സസ് നമുക്ക് ആവശ്യമായി വരും എന്നതൊരു യാഥാർത്ഥ്യമാകയാൽ ആ സമയത്ത് മാത്രമേ മനസ്സിനെയും ആത്മാവിനെയും വളർത്തിയെടുക്കേണ്ട അത്യാവശ്യമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് നമുക്ക് ആവശ്യമുണ്ട്. ദൈവകൃപ നമുക്ക് ആവശ്യമുണ്ട്. ശാരീരികമായ ശക്തിക്ക് അപ്പുറത്ത് ആത്മീകമായ ശക്തി നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ വ്യക്തിത്വത്തിന് പരിപൂർണമായ വികസനം ഉണ്ടാകണം. യേശുവിനെ പോലെ ആയിത്തീരണം. ഇങ്ങനെ ഉള്ള ഒരു ആവശ്യം നമ്മുടെ മനസ്സിൽ സത്യസന്ധമായി ഉദിക്കണമെങ്കിൽ നാം ഇപ്പോൾ ജീവിക്കുന്ന വിധത്തിൽ കൂടെ സാധ്യമല്ല. നാം നമുക്കായി ജീവിക്കുന്നു, ശരീരം കൊണ്ട് ജീവിക്കുന്നു, ശരീരത്തിനായി ജീവിക്കുന്നു, ഒരു ചാൺ വയറിന് വേണ്ടി ജീവിക്കുന്നു. ആ അവസ്ഥയിൽ ദൈവവചനം അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ആഴങ്ങൾ ആരെങ്കിലും വെളിപ്പെടുത്തിയാൽ അത് നമ്മെ കോപിപ്പിക്കാനേ സാധ്യമാകുകയുള്ളൂ. ഇതിൻ്റെ വല്ലതും കാര്യമുണ്ടോ, ഞങ്ങൾക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നവർ ഈ കാലത്ത് വളരെ കൂടുതലാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നത് ഈ തരുണത്തിൽ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് സമയം അതിക്രമിച്ചു പോയതുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശൃംഖലയിൽ തുടർച്ചയായി പങ്കെടുത്ത് ഈ അന്വേഷണത്തിൻ്റെ തീർത്ഥയാത്രയിൽ സഹയാത്രികരായി എന്നോട് കൂടെ ആയിരിക്കുന്ന ഏവരോടുമുള്ള എൻ്റെ വാത്സല്യം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും എൻ്റെ നമസ്കാരം.